ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഡീൽ ബിജെപിയും കോൺഗ്രസും തമ്മിലാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കയ്പമംഗലം നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ വത്സരാജിന്റെ വികസന രേഖയുടെയും പ്രകടന പത്രികയുടെയും പ്രകാശനം ശ്രീനാരായണപുരം തേവർ പ്ലാസയിൽ വെച്ച് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംശയമാക്കില്ല, മൂന്നാം ഊഴം വന്നിരിക്കും. ആ മൂന്നാം ഊഴത്തിൻ്റെ മാറ്റുകൂട്ടിക്കൊണ്ട് കയ്പമംഗലം അതിൻ്റെ എല്ലാ പാരമ്പര്യത്തിൻ്റെയും പിന്തുണച്ചുകൊണ്ട് ഇത്തവണയും LDF സ്ഥാനാർത്ഥി പൃഥ്വിരാജിനെ വിജയിപ്പിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയെ കൊന്ന കളങ്കത്തിൻ്റെ കടമയാത്ത ആ പാർട്ടിയുമായിട്ടാണ് കോൺഗ്രസ് കൈപ്പത്തി ഇപ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് യാദൃച്ഛികമാണ്. ഈ കള്ളത്തരം മുറികെട്ട കള്ളത്തരം മോദിയിലേക്ക് വേണ്ടിയാണ്. അതാണ് ഡീൽ എന്നെപ്പോഴും പറയുന്നത്. എല്ലാ കേരളീയർക്കും അറിയാം, വാസ്തവത്തിൽ ഡീലുള്ളത് കോൺഗ്രസും BJPയും തമ്മിലാണ്. പണ്ട് വടകരയിൽ എപ്പോഴും ആരംഭിച്ചത്, പിന്നെ ഇന്നോടെ തുടങ്ങുന്നത് ആ ഡീലാണ്. ആ ഡീലിൽ ജാഗ്രത മുറിവെക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം എപ്പോഴും പറയുന്നത് ഇടതുപക്ഷവും BJPയും തമ്മിൽ ഡീലുണ്ടാകും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കാക്ക പറന്നാലേ എഴുതുന്നുണ്ടാകും. സൂര്യൻ കിഴക്ക് ഉദിക്കാതെ പടിഞ്ഞാറ് പോയി ഉദിക്കാൻ തീരുമാനിച്ചാൽ ഇടതുപക്ഷവും BJPയും ഡീലുണ്ടാകും. ഉറക്കതാൻ പറയുന്നു, നമുക്ക് RSS നയിക്കുന്ന BJPയുമായി ഒരു ബന്ധവും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, മഹാത്മാഗാന്ധിയെ കൊന്ന ഖാദർഖാനുടെ ചോര വരേണ്ട RSSന്റെ വോട്ട് ആവശ്യമില്ല. ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന RSSന്റെ വോട്ട് വേണ്ട. ഞങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ നന്മകളുടെയും ഭാഗത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും വോട്ടുകൾ വേണം. ആ വോട്ട് മതി. മഹാത്മാഗാന്ധിയുടെ രക്തം പുരണ്ട ആളുകളുടെ കൂടെയാണ് കോൺഗ്രസ് കൈപ്പത്തി ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നവരുടെ വോട്ടുകളും മഹാത്മാഗാന്ധിയുടെ രക്തം പുരണ്ടവരുടെയും ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്നവരുടെയും വോട്ടുകൾ ഇടതുപക്ഷത്തിന് വേണ്ട. ഡീൽ കഥകൾ സൃഷ്ടിക്കുന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും മുഖ്യ എതിരാളിയായ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ്. കേരളം ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കും. ഇടതുപക്ഷം മൂന്നാം ഊഴവും ഭരണത്തിലേറും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കെ വത്സരാജ്, LDF നേതാക്കളായ KP രാജേന്ദ്രൻ, KG ശിവാനന്ദൻ, K ശ്രീകുമാർ, മുഹമ്മദ് ചാമക്കാല, TK സുധീഷ്, TP രഘുനാഥ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, TK രമേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.